PYQ പ്ലസ് കോഡ് ക്ലാസ്സിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ്? വങ്കാരി മാതായി ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചിട്ടുള്ളത്. വർഷം ചോദിച്ചാൽ 1977 ആണ്. ഇനി ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ എവിടെയാണ്? നെയ്റോബിയാണ്. കെനിയയിലെ നെയ്റോബിയാണ് ആസ്ഥാനം. എവിടെയാണ്? കെനിയയിലെ നെയ്റോബിയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ബെൽറ്റിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കരാട്ടയിൽ ഗ്രീൻ ബെൽറ്റും ബ്ലാക്ക് ബെൽറ്റും ഒക്കെ കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ബെൽറ്റിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബെൽറ്റിന്റെ കെട്ടുഭാഗം ഇരിക്കുന്നത് 7 പോലെയാണ് എന്നോർക്കാം. കെട്ടുഭാഗം ഇരിക്കുന്നത് എങ്ങനെയാണ്? 7 പോലെ. രണ്ട് സൈഡിലോട്ടുണ്ട് അല്ലേ? അപ്പോൾ 2, 7. അപ്പോൾ 1977 സംഘടന രൂപീകരിച്ചത് എന്ന് നമുക്ക് ഓർക്കാലോ. ഇനി ആരാണ് സ്ഥാപക എന്ന് ചോദിക്കുമ്പോൾ വങ്കാരി മാതായി ആണ്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെൽറ്റ് കാണാണ്ടാവുമ്പോൾ നമ്മൾ ആരോടാ അന്വേഷിക്കുക? നമ്മുടെ ബെൽറ്റ് കാണാണ്ടാവുമ്പോൾ നമ്മൾ ആരോടാ അന്വേഷിക്കുക? വീട്ടിൽ മാതാവിനോട്. അപ്പോൾ മാതാവ് എന്നതിൽ നിന്ന് മാതായി കണക്ട് ചെയ്യാലോ. വങ്കാരി മാതായി ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചിട്ടുള്ളത്. ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് നെയ്റോബി ആണ് അല്ലേ? എങ്ങനെ ഓർക്കാം? എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? നമ്മൾ ഒരുപാട് നെയ്യൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വയറൊക്കെ ഒന്ന് ചാടും അല്ലേ? അപ്പോൾ ആ വയറൊന്ന് ചാടിയത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ബെൽറ്റ് കെട്ടിയിട്ടുള്ളത് എന്നും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കാലോ. ആസ്ഥാനം നെയ്റോബിയാണ്. കെനിയയിലെ നെയ്റോബിയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം.